Hi students, welcome back. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കപ്പാസിറ്റർ ആൻഡ് കപ്പാസിറ്റൻസ്. ഓക്കെ, കപ്പാസിറ്റർ എന്ന് പറയുന്ന ഡിവൈസ് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യാം? കപ്പാസിറ്റർ ഈസ് എ ഡിവൈസ് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ചാർജസ്. ചാർജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പോ നമുക്ക് പല രീതിയിലുള്ള കപ്പാസിറ്റേഴ്സ് ഉണ്ട്. സ്പെറിക്കൽ കപ്പാസിറ്റർ, സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ, പിന്നെ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ, അങ്ങനെ പല രീതിയിലുള്ള കപ്പാസിറ്റേഴ്സ് നമുക്കുണ്ട്. അതിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എന്താണ് കപ്പാസിറ്റർ. ഇറ്റ്സ് എ ഡിവൈസ്, ഒരു ഡിവൈസ് ആണ് വിച്ച് ഈസ് യൂസ്ഡ് ടു സ്റ്റോർ ചാർജസ്. ചാർജിനെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് കപ്പാസിറ്റർ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് നോക്കാം. ഒരു കണ്ടക്ടറിലേക്ക് നമ്മൾ ചാർജ് പ്രൊവൈഡ് ചെയ്യാണ്. ഓക്കെ, നമ്മൾ ഒരു കണ്ടക്ടറിലേക്ക് ചാർജ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ കണ്ടക്ടറിൽ ഡെവലപ്പ് ചെയ്യുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ V is equal to 1/4πε0 into Q divided by R. അല്ലെ, നമ്മൾ ചാർജ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യും തോറും, ചാർജ് ഇൻക്രീസ് ചെയ്യും തോറും ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പൊട്ടൻഷ്യലും ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലെ, അപ്പോ നമുക്ക് പറയാം ഇവിടുന്ന് ചാർജ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യലും എങ്ങനെയായിരിക്കും? കൂടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ചാർജ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ചാർജ് ആണ്. ഓക്കെ, ചാർജ് കൊടുക്കുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V. Then Q ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റിന് നമ്മൾ ഒരു ലെറ്റർ എഴുതും C into V. And this constant is known by the name capacitance of the capacitor. Okay, അപ്പൊ capacitance of the capacitor എന്ന് പറയുന്നത് എങ്ങനെ വരും? അതൊരു കോൺസ്റ്റന്റ് ആണ്. അപ്പൊ Q is equal to C into V. അല്ലെ, അവിടുത്തെ C എന്ന് പറയുന്ന കോൺസ്റ്റന്റ് ആണ് കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ. ഇനി നമുക്ക് ഇങ്ങനെ എടുക്കാം, കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്ററിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് C is equal to Q divided by V. കപ്പാസിറ്റൻസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ C is equal to നമുക്ക് എങ്ങനെ എഴുതാം? Q divided by V എന്ന് എഴുതാം. ചാർജ് ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ. ഓക്കെ, ഇനി ഈ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്തായിട്ട് വരും? യൂണിറ്റ് ഓഫ് കപ്പാസിറ്റൻസ് ഈസ് ഫാരഡ്. ഓക്കെ, ഫാരഡ് ആണ് കപ്പാസിറ്റൻസിന്റെ എന്തെന്ന് പറയാം? യൂണിറ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം, ചാർജിന്റെ യൂണിറ്റ് കൂളുംബാണ്, പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് എന്താണ്? പൊട്ടൻഷ്യലിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. അപ്പോ കൂളം ഡിവൈഡഡ് ബൈ വോൾട്ട്. ഓക്കെ, അപ്പൊ കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് രണ്ട് രീതിയിൽ പറയാം. കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ഏതൊക്കെയാണ്? ഫാരഡ് അല്ലെങ്കിൽ കൂളം ഡിവൈഡഡ് ബൈ വോൾട്ട് എന്നാണ്. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെയാണെങ്കിൽ കപ്പാസിറ്റൻസ് C is equal to Q divided by V. നമുക്ക് 1 ഫാരഡിനെ ഡിഫൈൻ ചെയ്യണം, യൂണിറ്റിനെ ഒന്ന് ഡിഫൈൻ ചെയ്യണം. അപ്പൊ നമുക്ക് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് എന്താണെന്നറിയാം? ഫാരഡ് ആണെന്നറിയാം. ആ ഫാരഡിനെ നമ്മൾ എന്തെന്ന് പറയും? കൂളം ഡിവൈഡഡ് ബൈ, അല്ലെ, കൂളം ഡിവൈഡഡ് ബൈ വോൾട്ട് എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ 1 ഫാരഡ് എന്ന് പറയുമ്പോ ഇവിടെ എന്തായിരിക്കണം? 1 കൂളം, ഇവിടെ എത്രയായിരിക്കണം? 1 വോൾട്ട്. അപ്പൊ 1 ഫാരഡിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? 1 farad is defined as when 1 coulomb of charge given to a conductor will provide 1 volt potential. Okay, 1 farad is equal to 1 coulomb divided by 1 volt. Okay, അപ്പൊ നമ്മൾ ഫാരഡിനെ ഒന്ന് ഡിഫൈൻ ചെയ്തു. ഇനി നമുക്ക് അറിയേണ്ടത്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പലതരത്തിലുള്ള കപ്പാസിറ്റേഴ്സ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് പഠിക്കാനുള്ള കപ്പാസിറ്റർ ഏതാണ്? പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ആ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ നമ്മൾ അല്ലെ റെപ്രസെന്റ് ചെയ്യുന്നത് അതിങ്ങനെയാണ്. 2 കണ്ടക്ടർ ഉണ്ട്, 2 കണ്ടക്ടർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തു. ഇങ്ങനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ എന്ന് പറയാം.
ഇനി രണ്ട് കണ്ടക്ടറിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഇങ്ങനെ ഒരു സൈൻ കൊടുക്കുകയാണെങ്കിൽ, ഒരു ആരോ മാർക്ക് അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഇതിനെ വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയാം. ഇത് സാധാരണ കപ്പാസിറ്റർ ആണ്, പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം, വേരിയബിൾ കപ്പാസിറ്റർ എന്ന് പറയാം. അപ്പൊ നമ്മൾ ഇത്രയും നേരം പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. കപ്പാസിറ്റർ എന്ന് പറയുന്ന ഡിവൈസ് which is used to store charges, ചാർജിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് കപ്പാസിറ്റർ. ചാർജിനെ സ്റ്റോർ ചെയ്യുന്നതിനനുസരിച്ച് അല്ലെ, ചാർജ് കൂടുന്നതിനനുസരിച്ച് അതിന്റെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. therefore നമുക്ക് പറയാം ക്യൂവും വിയും എങ്ങനെയാണ്, പ്രൊപ്പോർഷണൽ ആണ്. Q is directly proportional to V, then Q is equal to a constant C into V. ആ കോൺസ്റ്റന്റിനെയാണ് ഇവിടുത്തെ എന്തെന്ന് പറയാ, കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ എന്ന് പറയാം. അപ്പൊ കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്ററിന് നമുക്ക് C is equal to Q by V എന്ന് എഴുതാം. ഇതിന്റെ യൂണിറ്റ് ഫാരഡ് ആണ്, അല്ലെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ് കൂളും പെർ വോൾട്ട് അല്ലെ, കൂളും ഡിവൈഡഡ് ബൈ വോൾട്ട് എന്ന് പറയാം. അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫാരഡിനെ ഒന്ന് ഡിഫൈൻ ചെയ്യണം. ഫാരഡിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് 1 ഫാരഡ് ഈസ് ഈക്വൽ ടു 1 കൂളോം ഡിവൈഡഡ് ബൈ 1 വോൾട്ട് ആണ് അല്ലെ. 1 ഫാരഡ് ഈസ് ഡിഫൈൻഡ് ആസ് when 1 coulomb of charge will produce 1 volt potential difference. Okay. ഇനി പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിനെ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലെ, രണ്ട് കണ്ടക്ടർ ഉണ്ട്, രണ്ട് കണ്ടക്ടറിനെ പാരലൽ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതാണ് പാരലൽ പ്ലേറ്റ് കപ്പാസിറ്റർ. ഇതിനെ നമ്മൾ എന്തെന്ന് പറയും, വേരിയബിൾ കപ്പാസിറ്റർ. ഓക്കെ. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈ കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്താണ് എന്നുള്ളതാണ് നമുക്ക് പഠിക്കേണ്ടത്. ഓക്കെ. അപ്പൊ കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ പഠിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കണ്ടക്ടർ എടുത്തു. ഈ കണ്ടക്ടറിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവ് ചാർജ് ആണ്. പോസിറ്റീവ് ചാർജ് ഒരു കണ്ടക്ടറിലേക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കണ്ടക്ടറിലേക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ചാർജ് യൂണിഫോം ആയിട്ട് അവിടെ എന്ത് ചെയ്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ സെക്കൻഡ് കണ്ടക്ടർ എടുക്കുകയാണ്. ഒരു അൺചാർജ്ഡ് ആയിട്ടുള്ള കണ്ടക്ടർ ആണ്. അൺചാർജ്ഡ് കണ്ടക്ടർ നമ്മൾ ചാർജ്ഡ് കണ്ടക്ടറിന്റെ അടുത്ത് വെച്ചു. ഓക്കെ. അങ്ങനെ അടുത്ത് വെക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്, ഒരു അൺചാർജ്ഡ് കണ്ടക്ടർ ചാർജ്ഡ് കണ്ടക്ടറിന്റെ അടുത്ത് കൊണ്ട് വെക്കുമ്പോൾ ബൈ ഇൻഡക്ഷൻ അല്ലെ, ഇൻഡക്ഷൻ ആണ് അവിടെ ഉണ്ടാവുക. അപ്പൊ ബൈ ഇൻഡക്ഷൻ നെഗറ്റീവ് ചാർജ് ഈസ് ക്രിയേറ്റഡ് അറ്റ് ദ നിയറർ ഫേസ്. നിയറർ ഫേസിൽ എന്ത് ചെയ്തു, നെഗറ്റീവ് ചാർജ്, ഈക്വൽ ആയിട്ടുള്ള നെഗറ്റീവ് ചാർജും അതുപോലെ തന്നെ പോസിറ്റീവ് ചാർജ് ഈസ് ക്രിയേറ്റഡ് അറ്റ് ദ ഫർദർ എൻഡ് അല്ലെ. ഫർദർ എൻഡിൽ എന്ത് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ് ചാർജും ക്രിയേറ്റ് ചെയ്യും. ഈക്വൽ എമൗണ്ട് നെഗറ്റീവ് ചാർജ് ഇവിടെ ഉണ്ടാവും, ഈക്വൽ എമൗണ്ട് പോസിറ്റീവ് ചാർജ് എന്തുണ്ടായി, ഇവിടെ ഉണ്ടായി. ഓക്കെ. എന്ന് പറഞ്ഞാൽ ആ കണ്ടക്ടറിനുള്ളിലെ പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ചാർജ് എന്ത് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. ഓക്കെ. പോസിറ്റീവ് ചാർജസ് എല്ലാം ഇവിടെ വന്നു, നെഗറ്റീവ് ചാർജസ് ഒക്കെ ഫർദർ എൻഡിൽ വന്നു. ഓക്കെ ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ കണ്ടക്ടറിനെ നമ്മൾ എർത്ത് ചെയ്തു. ഈ ഭാഗം എന്ത് ചെയ്തു, എർത്ത് ചെയ്തു. എർത്ത് ചെയ്യുമ്പോൾ അവിടെ സംഭവിക്കുന്ന എന്താണ്, ഇലക്ട്രോൺസ് ഫ്രം ദ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോസിറ്റീവ് ചാർജിനെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ക്യാൻസൽ ചെയ്യും. അല്ലെങ്കിൽ ആ പോസിറ്റീവ് ചാർജ് എല്ലാം ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഡിസപ്പിയർ ചെയ്യും. ഓക്കെ. അങ്ങനെ പോസിറ്റീവ് ചാർജ് എല്ലാം ഇവിടെ നിന്ന് ഡിസപ്പിയർ ചെയ്യുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ഹിയർ, ഇവിടെ നടക്കുന്നത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്രീസ് ചെയ്യും. ഓക്കെ. അപ്പൊ പോസിറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്, നെഗറ്റീവ് ചാർജ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ നെഗറ്റീവ് ചാർജ് ഉണ്ടാവുമ്പോൾ അറ്റ് ദ സെയിം ടൈം ഇവിടെ എന്തുണ്ടാവുന്നുണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട്. ഈ പോസിറ്റീവ് ചാർജും കൂടെ ഇവിടെ ഉള്ള സമയത്ത് നമുക്ക് എന്തെന്ന് പറയാം, പൊട്ടൻഷ്യൽ V ആണ്, ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്തു, ഈ എർത്ത് കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ, എർത്ത് കണക്ഷൻ കൊടുക്കുമ്പോൾ ഈ പോസിറ്റീവ് ചാർജ് എല്ലാം എന്ത് ചെയ്യും, ഡിസപ്പിയർ ആവും. അങ്ങനെ പോസിറ്റീവ് ചാർജ് എല്ലാം ഡിസപ്പിയർ ആകുന്ന സമയത്ത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും, പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യും. അപ്പൊ ടു മെയിൻറ്റെയിൻ ദ പൊട്ടൻഷ്യൽ റിമെയിൻസ് കോൺസ്റ്റന്റ്, ആ പൊട്ടൻഷ്യലിനെ നമുക്ക് എന്താക്കണം, കോൺസ്റ്റന്റ് ആക്കി വെക്കാനായിട്ട് അല്ലെ, പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആക്കാനായിട്ട്. ഇപ്പൊ ഇവിടെ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്തിരിക്കുകയാണ്. പൊട്ടൻഷ്യലിനെ കോൺസ്റ്റന്റ് ആക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു Q ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു V ആണ്. V കുറഞ്ഞു പോയാൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി, ചാർജിനെ അങ്ങ് ഇൻക്രീസ് ചെയ്യിച്ചാൽ പോരെ. അപ്പൊ ചാർജ് എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും ഈ കപ്പാസിറ്റർ ചാർജിനെ എന്ത് ചെയ്യും,
ഈ ഇതിലേക്ക് എടുക്കാനുള്ള ടെൻഡൻസി കാണിക്കും. അപ്പൊ കൂടുതൽ ചാർജ് എങ്ങോട്ട് ചെല്ലും? ഈ കപ്പാസിറ്ററിലേക്ക് ചെല്ലും. അപ്പൊ ചാർജ് സ്റ്റോറിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്യും? ഈ കപ്പാസിറ്ററിനെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അപ്പൊ പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്തു. പൊട്ടൻഷ്യൽ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? പൊട്ടൻഷ്യൽ കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ആ കുറഞ്ഞ പൊട്ടൻഷ്യലിനെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ചാർജ് കൊടുക്കുന്നത് അങ്ങ് കൂട്ടി. ഓക്കെ, ചാർജ് കൊടുക്കുന്നത് കൂട്ടുമ്പോൾ ചാർജ് കൂടുന്നതിനനുസരിച്ച് പൊട്ടൻഷ്യലിന്റെ ഈ വാല്യൂ കൂടി വന്ന് അത് റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. ആണല്ലോ. അപ്പോ ഈ കപ്പാസിറ്ററിന്റെ, ഈ പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ ചാർജ് സ്റ്റോറിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇതാണ് കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ എന്താ കപ്പാസിറ്ററിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്? ഏതാണ്? When an earth connected conductor is placed near a charged conductor, അല്ലെ, earth connected conductor ഒരു ചാർജ്ഡ് കണ്ടക്ടറിന്റെ അടുത്ത് വെക്കുമ്പോൾ ഇറ്റ്സ് ചാർജ് സ്റ്റോറിംഗ് കപ്പാസിറ്റി ഇൻക്രീസസ്. ഇതിന്റെ ചാർജ് സ്റ്റോറിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ദി കപ്പാസിറ്റർ. ഓക്കെ, ഇനി നമുക്ക് കപ്പാസിറ്റൻസ് ഓഫ് എ സ്പെറിക്കൽ കണ്ടക്ടർ, ഒരു സ്പെറിക്കൽ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസ് എങ്ങനെയാണെന്നൊന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളൊരു സ്പെറിക്കൽ കണ്ടക്ടർ എടുത്താൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് പൊട്ടൻഷ്യൽ ഓൺ ദ സർഫസ് ഓഫ് ദ സ്പെറിക്കൽ കണ്ടക്ടർ. നമ്മൾ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. V is equal to 1/4πε0 into Q divided by R. ഓക്കെ, നമ്മൾ കപ്പാസിറ്ററിന്റെ കേസിൽ പഠിച്ചത് Q is equal to C into V എന്നാണ്. കപ്പാസിറ്റർ അല്ലെ, ചാർജ് Q is equal to C into V ആണ് കപ്പാസിറ്ററിന്റെ കേസിൽ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിന്നും അതുപോലെ തന്നെ നമുക്ക് എഴുതിയാൽ Q equal to എന്ന് 4πε0 into R ഡിനോമിനേറ്ററിലാണ്. അത് ഈ സൈഡിലേക്ക് വരുമ്പോൾ അത് ന്യൂമറേറ്ററിലേക്ക് വരും. അപ്പൊ എത്ര വരാം? 4πε0 R into V എന്ന് കിട്ടും അല്ലെ. അപ്പൊ Q is equal to CV ആണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടെ Q is equal to 4πε0 into R ആണ്. അപ്പൊ നോക്കിക്കേ, ഇത് നമുക്ക് എന്തായിട്ട് എടുക്കാം? C യുടെ വാല്യൂവിനെ എന്തായിട്ട് കൊടുക്കാം? C is equal to 4πε0 into R. രണ്ട് ഇക്വേഷനും നമ്മൾ കമ്പയർ ചെയ്തു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാം? കപ്പാസിറ്റൻസ് ഓഫ് എ സ്പെറിക്കൽ കണ്ടക്ടർ, ഈ സ്പെറിക്കൽ കണ്ടക്ടറിന്റെ കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ എത്രയാണ്? 4πε0 into R. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്പെറിക്കൽ കണ്ടക്ടർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക? എർത്തിനെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എർത്തിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്പെറിക്കൽ കണ്ടക്ടർ ആയിട്ടാണ്. അപ്പൊ എർത്തിന്റെ റേഡിയസ് എത്രയാണ്? R ആണ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, കപ്പാസിറ്റൻസ് ഓഫ് എ സ്പെറിക്കൽ കണ്ടക്ടർ. ഓക്കെ, അപ്പൊ റേഡിയസ് R ആണെങ്കിൽ നമുക്ക് കപ്പാസിറ്റൻസ് ഓഫ് ദ എർത്ത് എങ്ങനെ എഴുതാം? കപ്പാസിറ്റൻസ് C is equal to 4πε0 into capital R. 4πε0യുടെ വാല്യൂ 1/4πε0യുടെ വാല്യൂ നമുക്കറിയാം. എത്രയായിരുന്നു? 9 into 10⁻⁹ അല്ലെ. അപ്പൊ 4πε0 എന്തായിട്ട് വരും? 1/9 into 10⁻⁹ എന്ന് വരും അല്ലെ. ഇനി റേഡിയസ് ഓഫ് ദ എർത്ത് നമുക്ക് അറിയാവുന്നതാണ്. റേഡിയസ് ഓഫ് ദ എർത്ത് is equal to 6400 കിലോമീറ്റേഴ്സ് അല്ലെ. കിലോമീറ്റർ ആകുമ്പോ 10⁻³ അത്രയും മീറ്റർ. അപ്പൊ അവിടെ നമുക്ക് ആറിന് പകരം 6400 കിലോമീറ്റർ എന്നൊന്ന് കൊടുക്കാം, അല്ലെങ്കിൽ 6400 into 10⁻³ എന്ന് കൊടുക്കാം. ഇത് ഇങ്ങോട്ട് ക്യാൻസൽ ചെയ്തു, 10⁻6 വന്നു. വീണ്ടും സീറോസ് ഉണ്ട്, അത് ക്യാൻസൽ ചെയ്യുമ്പോൾ 10⁻4 എന്ന് വന്നു. അപ്പൊ നമുക്ക് ഫൈനലി എത്ര കിട്ടും? കപ്പാസിറ്റൻസ് C is equal to 64 divided by 9 into 10⁻4 ആണ്, ഡിനോമിനേറ്ററിലാണ്. അത് മേളിലേക്ക് വരുമ്പോ ഇൻറ്റു 10⁻² എത്രയായിട്ട് എടുക്കാം? -4 എന്ന് എടുക്കാം. ഓക്കെ, ഇനി 964ലേക്ക് എത്ര പ്രാവശ്യമായിട്ട് വരും? 9 into 7 ആണ് 63 അല്ലെ. 9 into 7 9 into 7 എത്ര വരും? 63 വരും അല്ലെ. അപ്പോ എന്ത് വരും? 7.63 കഴിഞ്ഞാൽ പിന്നെ 1 റിമൈൻഡർ ഉള്ളൂ. അപ്പൊ 1 ഉണ്ട്. അപ്പൊ 10 ആക്കുകയാണെങ്കിൽ പിന്നെ 1 അങ്ങനെ പോവുള്ളൂ. അപ്പൊ 7.11 into 10⁻⁻4 എന്ന് വരും. ഓക്കെ, ഇത്രയും ഫാരഡ് ആണ് കപ്പാസിറ്റൻസ് ഓഫ് ദ എർത്ത് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എഴുതാം 711 into 10⁻⁻6. അപ്പൊ 711
അല്ലെ? -6 എന്ന് പറയുന്ന മൈക്രോ ആണല്ലോ. അപ്പൊ 711 മൈക്രോ ഫാരഡ്, 711 മൈക്രോ ഫാരഡ് എന്ന് കൊടുക്കാം. അപ്പൊ കപ്പാസിറ്റൻസ് ഓഫ് ദ എർത്ത് എത്രയായിട്ട് വന്നു? കപ്പാസിറ്റൻസ് ഓഫ് ദ എർത്ത് ഇസ് ഈക്വൽ ടു 711 മൈക്രോ ഫാരഡ്. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ആ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ Q എന്താണെന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. Q is equal to CV ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. രണ്ട് ഇക്വേഷനും നമ്മൾ കമ്പയർ ചെയ്യാം. രണ്ട് ഇക്വേഷൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ C is equal to 4πε0 into R. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ്, എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി കപ്പാസിറ്റൻസ് ഓഫ് എർത്ത് എടുക്കാനായിട്ട് എന്ത് ചെയ്യും? എർത്തിന്റെ റേഡിയസ് എപ്പോഴും ക്യാപിറ്റൽ R കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ക്യാപിറ്റൽ R ആണ് എർത്തിന്റെ റേഡിയസ് എങ്കിൽ 4πε0 into ക്യാപിറ്റൽ R. ക്യാപിറ്റൽ ആറിന്റെ വാല്യൂ നമുക്കറിയാം 6400 കിലോമീറ്റർ ആണ് അല്ലെ? അപ്പൊ ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഫൈനലി നമുക്ക് റിസൾട്ട് കിട്ടി. എത്ര വന്നു? 711 മൈക്രോ ഫാരഡ്. Okay, I think this topic is clear for you. If you like this video, please subscribe and enable the bell button. Thank you.